അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 9-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകം മുതൽ 28 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നത്. പ്രഹ്ലാദ ഉവാച താപസൗ മന്ദബുദ്ധിസ്ഥൗ മൃഷാവാം ഗർവമോഹിതൗ മയി തിഷ്ഠതി ദൈത്യേന്ദ്രേ ധർമ്മസേതു പ്രവർത്തകേ. ന യുക്തമേതത്തീർത്ഥേസ്മിൻ ന ധർമാചരണം പുനാ. കാ ശക്തിസ്തവ യുദ്ധേസ്തി ദർശയാദ്യ തപോധന. വ്യാസ ഉവാച തദാകർണ്യവചസ്തസ്യ നരസ്തം പ്രത്യുവാചഃ. യുധ്യസ്വാദ്യ മയാ സാർദ്ധം യതി തേ മതിരീദൃശി. അദ്യ തേ സ്ഫോടയിഷ്യാമി മൂർധാനാമസുരാധമ. യുദ്ധേ ശ്രദ്ധാ ന തേ പശ്ചാൽ ഭവിഷ്യതി കദാചന. വ്യാസ ഉവാച തന്നിശമ്യ വചസ്തസ്യ ദൈത്യേന്ദ്രകുപിതസ്തദാ. പ്രഹ്ലാദോ ബലവാനത്ര പ്രതിജ്ഞാമാരുരോഹസ. യേന കേനാപ്യുപായേന ജേഷ്യാമി താവുഭാവപി. നരനാരായണൗ ദാന്താവൃഷീതപി സമന്വിതൗ. വ്യാസ ഉവാച ഇത്യുക്ത്വാ വചനം ദൈത്യ പ്രതിഗൃഹ്യ ശരാസനം. ആകൃഷ്യ തരസാ ചാപം ജ്യാശബ്ദം ചകാരഃ.
നരോപി ധനുരാദായ ശരാംസ്തീവ്രാൻ ശിലാശിതാൻ മുമോച ബഹുശക്രോധാൽ പ്രഹ്ലാദോ പരിപാർത്ഥിവ താൻ ദൈത്യരാജസ്തപനീയ പുംഖൈ ചിച്ഛേദബാണൈസ്തരസാ സമേത്യ സമീക്ഷ്യ ഛിന്നാംശ്ച നരസ്വസൃഷ്ടാനന്യാൻ മുമോചാശുരുഷാന്യുതോ വൈ ദൈത്യാധിപസ്ഥാനപി തീവ്രവേഗൈ ഛിത്വാ ജഘാനോരസിതം മുനീന്ദ്രം നരോപിതം പഞ്ചഭിരാശുഗൈശ്ച ക്രുദ്ധോഹന ദൈത്യപതിം ബാഹുദേശേ സേന്ദ്രാസുരാസ്തത്ര തയോർഹി യുദ്ധം ദ്രഷ്ടും വിമാനൈർഗഗനസ്ഥിതാശ്ച നരസ്യ വീര്യം യുധി സംസ്ഥിതസ്യ തേ തുഷ്ടുവുർദൈത്യപതേശ്ച ഭൂയ വവർഷദൈത്യാധിപ ആത്തചാപ ശിലീമുഖാനംബുധരോ യഥാപ ആദായ ശാർഗം ധനുരപ്രമേയം മുമോച ബാണാൻ ശിതഹേമപുംഖാൻ ബഭൂവ യുദ്ധം തുമുലം തയോസ്തു ജയേഷിണോ പാർത്ഥിവദേവ ദൈത്യയോ വവർഷുരാകാശപഥേ സ്ഥിതാസ്തേ പുഷ്പാണി ദിവ്യാനി പ്രഹൃഷ്ടചിത്ത ചുകോപദൈത്യാധിപതിർഹരൗസ മുമോച ബാണാനതി തീവ്രവേഗാൻ ചിച്ഛേതാൻ ധർമ്മസുത സുതീക്ഷ്ണൈർധനുർവിമുക്തൈർവിശിഖൈസ്തദാശു സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകം മുതൽ 28 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പ്രഹ്ലാദൻ പറഞ്ഞു, ധർമ്മരക്ഷകനായിട്ടു ഞാനീ ഭൂമി ഭരിക്കുമ്പോൾ ബുദ്ധി കെട്ട നിങ്ങൾ അഹങ്കരിക്കരുത്. തീർത്ഥക്കരയിലിതൊന്നും ശരിയല്ല, ധർമ്മമല്ല. യുദ്ധം ചെയ്യാൻ കഴിവുണ്ടോ കാണിക്കൂ ഇപ്പോൾ. വ്യാസൻ പറഞ്ഞു, വാക്കു കേട്ടു നരനോതി യുദ്ധം ചെയ്യാൻ തയ്യാറെങ്കിൽ വരുകിപ്പോൾ ഞാനുമായി യുദ്ധം ചെയ്തിടാ. ദൈത്യാധമാ നിന്റെ തല ഞാനിപ്പോൾ തകർക്കും നൂനം, പിന്നെ യുദ്ധകൊതി നിനക്കുണ്ടാകയില്ല. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, നരവാണി കേട്ട നേരം കുപിതനായി പ്രഹ്ലാദനും ബലിയാകും പ്രഹ്ലാദനോ മനസ്സിലായുറപ്പിച്ചു. എന്തു തന്നെയായാലും ഞാൻ വിജയിക്കേണം. തപസ്വികളാമിവരെ എങ്ങനെ ഞാൻ വിജയിക്കും? വ്യാസൻ പറഞ്ഞു എന്നു ചൊല്ലി പ്രഹ്ലാദനോ ധനുസ്സെടുത്തു. വില്ലുവലിച്ചു കുലച്ചു ഞാണൊലി മുഴുക്കി ദൈത്യൻ വില്ലെടുത്തു കുലച്ചല്ലോ നരനുമപ്പോ. മൂർച്ചയേറും ബാണങ്ങളെ തൊടുത്തു നരൻ. അമ്മേ ദേവി ഭഗവതി,
അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. സ്വർണം പോലെ തിളങ്ങുന്ന പിടിയുള്ള ശരങ്ങളാൽ ദൈത്യരാജൻ പ്രഹ്ലാദനോ തകർത്തു സർവം. ശരങ്ങൾ തകർന്ന നേരം കുപിതനായി നരനപ്പോൾ സ്വസൃഷ്ടമാം ശരങ്ങളെ വർഷിച്ചുവല്ലോ. അവയെയും ഉത്തമമാം അമ്പുകളാൽ തകർത്തല്ലോ. അങ്ങോട്ടുമയച്ചു ദൈത്യൻ മറ്റൊരസ്ത്രവും. അതിക്രുദ്ധനായി മാറിനാൻ നരനുമാ നിമിഷത്തിൽ അസുരന്റെ നേരെ ശരവർഷം നടത്തി. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ദേവജനം ആകാശത്തിൽ നിരന്നല്ലോ യുദ്ധം കാണാൻ. ഇരുവർക്കുമുള്ള ശൗര്യം പ്രകീർത്തിച്ചല്ലോ. വില്ലേന്തിയ ദൈത്യരാജൻ മഴ പോലെ അസ്ത്രമെയ്തു. ശാർഗമേന്തി നരനും തിരിച്ചു തൊടുത്തു. വിജിഗീഷുക്കളാമവർ അത്യത്ഭുത യുദ്ധം ചെയ്തു. വിണ്ണിൽ നിന്നും പുഷ്പവൃഷ്ടി ചെയ്തു ദേവന്മാർ. പ്രഹ്ലാദൻ അതീവ ശ്രേഷ്ഠ ശരങ്ങളെ അയച്ചപ്പോൾ ധർമ്മസുതൻ നരനതു തകർത്തെറിഞ്ഞു. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ഞാനംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 353 ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നു. ശ്രീമദ് ദേവി ഭാഗവതം 4 സ്കന്ധത്തിൽ 9 അധ്യായത്തിൽ 15 ശ്ലോകം മുതൽ 28 ശ്ലോകം വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ചതും. ഇനി അതിനെ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുകയാണ്. നരനാരായണന്മാരും അതേപോലെ പ്രഹ്ലാദനും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ വാക്കേറ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ കേട്ടത്. ഇനി എങ്ങനെയാണത് യുദ്ധത്തിലേക്ക് എത്തിയത് എന്ന് പറയുകയാണ്. പ്രഹ്ലാദൻ പറയുന്നു, താപസൗ മന്ദബുദ്ധിസ്ഥൗ മൃഷാവാം ഗർവമോഹിതൗ മയി തിഷ്ഠതി ദൈത്യേന്ദ്രേ ധർമ്മസേതു പ്രവർത്തകെ. ദൈത്യരാജാവായിരിക്കുന്ന ഞാൻ ധർമ്മസംരക്ഷണത്തിന് വേണ്ടിയിരിക്കുമ്പോൾ
ബുദ്ധികെട്ട മന്ദബുദ്ധി താപസവും, ബുദ്ധികെട്ട താമസന്മാരായ നിങ്ങൾ വെറുതെ ഗർവമോഹിതവും, വെറുതെ അഹങ്കരിക്കുകയാണ്. ന യുക്തമേതീർത്ഥേസ്മിന്ന ധർമാചരണം പുന കാ ശക്തിസ്തവ യുദ്ധേസ്തി ദർശയാദ്യ തപോധന. ഈ തീർത്ഥക്കരയിൽ വെച്ച് ഇത് ശരിയല്ല. പിന്നെ ഇത് ധർമാചരണവുമല്ല എന്നാണ്. അങ്ങക്ക് യുദ്ധം ചെയ്യാൻ കഴിവുണ്ടോ? ഉണ്ടെങ്കിൽ ഹേ തപോധന ദർശയാദ്യ, അതിപ്പോ കാണിക്കൂ, കാണട്ടെ എന്നാണ്. വ്യാസം പറയുന്നു, തദാകർണ്യ വചസ്തസ്യ നരസ്തം പ്രത്യുവാചഃ യുദ്ധസ്വാദ്യ മയാസാർത്ഥം യതിതേ മതിരീദൃശി. ആ വാക്ക് കേട്ടപ്പോ നരനാരായണന്മാരിൽ നരൻ പ്രഹ്ലാദനോട് പറഞ്ഞു, നിനക്ക് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ എന്നോട് ഇപ്പൊ തന്നെ യുദ്ധം ചെയ്യാം, ഞാൻ തയ്യാറാണ്. അദ്യതേ സ്ഫോടയിഷ്യാമി മൂർധാനമസുരാധമ യുദ്ധേ ശ്രദ്ധാനതേ പശ്ചാൽ ഭവിഷ്യതി കഥാചന. ഹേ അസുരാധമ, ആരെയാ വിളിക്കണത്? പ്രഹ്ലാദനെ. നിന്റെ തല ഇപ്പൊ തന്നെ സ്ഫോടയിഷ്യാമി, ഞാനിതാ തല്ലിപ്പൊട്ടിക്കുന്നുണ്ട്. പിന്നെ നിനക്ക് യുദ്ധത്തിൽ ഒരിക്കലും കൊതിയുണ്ടാവില്ല. യുദ്ധേ ശ്രദ്ധാനതേ പശ്ചാൽ ഭവിഷ്യതി കഥാചന. വ്യാസൻ ഇത് കേട്ട് പറയാണ്, തന്നിശമ്യ വചസ്തസ്യ ദൈത്യേന്ദ്ര കുപിതസ്തത. ആ വാക്ക് കേട്ടപ്പോ ദൈത്യേന്ദ്രനായിരിക്കുന്ന പ്രഹ്ലാദനും വല്ലാതെ കോപിഷ്ഠനായി മാറി. പ്രഹ്ലാദോ ബലവാനത്ര പ്രതിജ്ഞാമാരുരോഹസ യേന കേനാപ്യുപായേന ജേഷ്യാമി താവുഭാവപി. ബലവാനായ പ്രഹ്ലാദൻ ഒരു പ്രതിജ്ഞ അവിടെ ചെയ്തു. ഏതെങ്കിലും ഒരു വിധത്തിൽ എന്തുപായം സ്വീകരിച്ചിട്ടാണെങ്കിലും ഇരുവരെയും ഞാൻ ജയിക്കും. നരനാരായണോ ദാന്ത വൃഷീതപി സമന്യതോ. താപസന്മാരും ദാന്തന്മാരുമായ ഋഷിമാരാണ് ഈ നരനാരായണന്മാർ. ഇവരെ ഞാൻ എങ്ങനെയെങ്കിലും ജയിക്കും. വ്യാസം പറയുന്നു, ഇത്യുക്ത്വാ വചനം ദൈത്യ പ്രതിഗൃഹ്യ ശരാസനം എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈത്യാധിപനായിരിക്കുന്ന ദൈത്യേന്ദ്രനായ പ്രഹ്ലാദൻ ശരാസനം, വില്ല് കയ്യിലെടുത്തു. ആകൃഷ്യ തരസാ ചാപം ജ്യാ ശബ്ദം ചകാരഹ. ആ വില്ലിങ്ങനെ വലിക്കുമ്പോൾ ഒരു ശബ്ദം, ഞാണൊലി മുഴക്കുകയാണ്. നരനും നരോപി ധനുരാതായ ശരാം തീവ്രാൻ ശിലാശിതാൻ. അവിടെ വില്ല് കയ്യിലെടുത്തു. ആ മൂർച്ചയുള്ള തീക്ഷ്ണ ശരങ്ങൾ മുമോച ബഹുശ, കുറേ ശരങ്ങൾ അങ്ങോട്ട് വിട്ടു. ക്രോധാൽ പ്രഹ്ലാദോപരി പ്രാർത്ഥിവ. ആ പ്രഹ്ലാദന്റെ നേർക്ക് ക്രോധത്തോടുകൂടി നിരവധി അമ്പുകൾ അയക്കുന്നു. താൻ ദൈത്യരാജസ്തപനീയ പുങ്കൈ ചിച്ഛേദബാണൈസ്തരസാ സമേത്യ. ആ ദൈത്യരാജൻ പ്രഹ്ലാദൻ സ്വർണം പോലെ തിളങ്ങുന്ന പിടിയുള്ള ബാണങ്ങൾ കൊണ്ട് അതിനെ മുഴുവൻ ചിച്ഛേദ മുറിച്ചു. സമീക്ഷ ഛിന്നാംശ്ച നര സ്വസൃഷ്ടാനന്യാൻ മുമോചാശു രുഷാന്യുതോവൈ. എന്നിട്ടോ തൻ്റെ ശരങ്ങൾ മുഴുവൻ ഛിന്ന ഭിന്നമാവുന്നു എന്ന് കണ്ടപ്പോ നരൻ ദേഷ്യത്തോടുകൂടി തൻ്റെ സൃഷ്ടങ്ങളായ മറ്റ് ശരങ്ങൾ പ്രഹ്ലാദന്റെ നേർക്ക് പ്രയോഗിച്ചു. ദൈത്യാധിപസ്ഥാനപി തീവ്രവേഗൈ. അതിവേഗം പായുന്ന അമ്പുകൾ ദൈത്യാധിപൻ പ്രഹ്ലാദനും അയച്ച് ഛിന്ന ഭിന്നമാക്കി. ആ അമ്പുകളെ മുഴുവൻ പ്രഹ്ലാദൻ, പിന്നെ ആ മുനീന്ദ്രൻ, നരൻ ആയിരിക്കുന്ന മുനീന്ദ്രന്റെ മാറിടം ലാക്കാക്കിക്കൊണ്ട് ചിത്വാ ജഘാനോരസിതം മുനീന്ദ്രം നരോപിതം പഞ്ചഭിരാശുഗൈശ്ച. അപ്പോഴോ നരൻ ദൈത്യാധിപന്റെ നേർക്ക് ക്രുദ്ധോഹന ദൈത്യപദം ബാഹുദേശേ. ആ ദൈത്യാധിപന്റെ കൈകളുടെ നേർക്ക് 5 അമ്പുകൾ ഒരേ സമയം പ്രയോഗിച്ചു. സേന്ദ്ര സുരാസ്തത്ര തയോർഹി യുദ്ധം ദ്രഷ്ടും വിമാനൈർഗഗനസ്ഥിതാശ്ച നരസ്യ വീര്യം യുധി സംസ്ഥിതസ്യ തേ തുഷ്ടുവുർ ദൈത്യപതേശ്ച ഭൂയ. ദേവേന്ദ്രൻ തുടങ്ങിയ ദേവഗണങ്ങൾ ഈ പ്രഹ്ലാദനും നരനും തമ്മിലുള്ള യുദ്ധം കാണാൻ വേണ്ടി വിമാനത്തിൽ ആകാശത്ത് തയ്യാറായി. നരനും ദൈത്യരാജാവും തമ്മിലുള്ള യുദ്ധത്തിനുള്ള കഴിവ്, രണ്ടുപേരുടെയും കഴിവിനെ വീണ്ടും വീണ്ടും ദേവഗണങ്ങള് പുകഴ്ത്തി എന്ന് പറയുന്നു. വവർഷ ദൈത്യാധിപ ആത്മചാപ ശിലീമുഖാൻ അംബുധരോ യഥാപ ആദായ ശാർഗം ധനുരപ്രമേയം
മുമോച ബാണാൻ ശിതഹേമ പുങ്കാൻ. വില്ലേന്തിയ ആ ദൈത്യാധിപൻ, ദൈത്യാധിപ ആത്തചാപ, ആ വില്ല് എടുത്ത അദ്ദേഹം മേഘം വർഷിക്കുന്നത് പോലെ, മഴ പെയ്യുന്നത് പോലെ, ശരമാരി എന്ന് പറയില്ലേ, തീക്ഷ്ണമായ ശരങ്ങൾ പ്രയോഗിച്ചു. അനന്തശക്തിയുള്ള ശാർഗം ധരിച്ച നരൻ, ആദായ ശാർഗം ധനുരപ്രമേയം, സ്വർണപ്പിടിയുള്ള നിശിത ബാണങ്ങളെ കൊണ്ട് ആ പ്രഹ്ലാദന്റെ നേർക്കും തിരിച്ച് അമ്പയച്ചു. ബഭൂവ യുദ്ധം തുമുലം തയോസ്തു ജയൈഷിണോ പാർത്ഥിവദേവ ദൈത്യയോ വവർഷുരാകാശപഥേ സ്ഥിതാസ്തേ പുഷ്പാണി ദിവ്യാനി പ്രഹൃഷ്ടചിത്ത. അല്ലയോ ജനമേജയ, പരസ്പരം വിജിഗീഷുക്കളായിരിക്കുന്ന, ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദേവനും ദൈത്യനും, അവിടെ ആ യുദ്ധം അത്യന്തം ഭയാനകമാണ് എന്നാണ്. ബഭൂവ യുദ്ധം തുമുലം തയോസ്തു. ഈ സമയത്ത് ആകാശത്ത് വവരിഷുരാകാശപഥേ സ്ഥിതാസ്തേ, ആകാശത്തിൽ നിൽക്കുന്ന ആ ആളുകൾ പുഷ്പാണി ദിവ്യാനി പ്രഹൃഷ്ടചിത്ത, അവർക്ക് സന്തോഷം വന്നിട്ട് അവിടുന്ന് ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടികളും ഉണ്ടായി എന്ന് പറയുന്നു. ചുകോപ ദൈത്യാധിപതിർഹരൗ സ മുമോച ബാണാനതിതീവ്രവേഗാൻ ചിച്ഛേദതാൻ ധർമ്മസുത സുതീക്ഷ്ണൈർധനുർ വിമുക്തൈർ വിശിഖൈസ്തദാശു. ദൈത്യാധിപനായിരിക്കുന്ന പ്രഹ്ലാദൻ ചുകോപ, ക്രോധം വന്നുകൊണ്ട്, ദേഷ്യപ്പെട്ടുകൊണ്ട് ആ നരന്റെ മേൽ അതിവേഗമുള്ള അസ്ത്രങ്ങൾ തൊടുത്തുവിട്ടു. തൻ്റെ വില്ലിൽ നിന്ന് ആ അത്യധികം മൂർച്ചയുള്ള അമ്പുകൾ, ആ ശരങ്ങൾ കൊണ്ട് ധർമ്മസുതൻ, ആ നരൻ, അതിനെ മുഴുവൻ ഛിന്ന ഭിന്നമാക്കി എന്നും പറയുന്നു. ധനുർ വിമുക്തൈർ വിശിഖൈ തദാസ്തു, അപ്പ തന്നെ അതിനെയും തകർത്തെറിഞ്ഞു എന്ന് പറയുന്ന 28ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം ഈ അക്ഷര പുഷ്പാഞ്ജലി സമർപ്പിക്കാം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു
അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.